വലിയ ക്യാമ്പസ്, അതിൻ്റെ അകത്ത് തന്നെ ഹോസ്റ്റൽ, നല്ല നല്ല ഇവൻറ്റ്സ്, ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഏത് കോഴ്സാണ് പ്രശ്നമല്ല എന്ന രീതിക്ക് ഞാൻ CUT എക്സാം ചെയ്തതാണ്. അങ്ങനെ എനിക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ക്യാപിറ്റൽ സെൻറ്ററിലേക്ക് അഡ്മിഷൻ കിട്ടുകയാണ്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇവിടെ സ്വന്തമായിട്ട് ഡിപ്പാർട്ട്മെൻറ്റിന് ചെറിയ ബിൽഡിങ്ങാണ്. നമ്മുടെ ഹോസ്റ്റലും ആ ഡിപ്പാർട്ട്മെൻറ്റും തമ്മിൽ ഏകദേശം 6 അല്ലെങ്കിൽ 7 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എല്ലാ ദിവസവും പോയി വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മടി. അത്ര വലിയ കിലോമീറ്റർ ഒന്നും ഇല്ലെങ്കിലും നമ്മൾ ഹോസ്റ്റലിൽ നിന്നിട്ടാണ് ഇത്ര ഡിസ്റ്റൻസിൽ പോകുന്ന നോക്കുമ്പോൾ ഹോസ്റ്റലിലും പൈസ കൊടുക്കണം, ട്രാവലിങ്ങിനും പൈസ കൊടുക്കണം. അല്ലാണ്ട് പാസും കാര്യങ്ങളൊന്നുമില്ല. അടുത്ത ഇവൻറ്റ്സിലേക്ക് പോകുന്ന സമയത്താണ് ഇവിടെ പറയാനും മാത്രം സ്റ്റുഡൻസ് ഇല്ല. പിന്നെയല്ല ഇവൻറ്റ്സ് വെക്കാനായിട്ട് ഇവൻറ്റ്സ് ഒക്കെ ഉണ്ട്, പക്ഷേങ്കിൽ ഒരു 100 കൂടുതൽ പിള്ളേരുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗട്ടാണ്. ഓക്കെ, എന്നെ അടുത്ത കാര്യത്തിലേക്ക് വരാമെന്നുണ്ടെങ്കിൽ ആകെയുള്ളത് 100 പിള്ളേരാണെന്ന് വെച്ചു. ഇതിലും ഗ്രൂപ്പീസ്. ഇത് ഗ്രൂപ്പാണെങ്കിൽ വേറൊരു ഗ്രൂപ്പിനും വേറെ ഗ്രൂപ്പുമായിട്ടുള്ള ദേശീയമാണെങ്കിൽ പോട്ടെന്നിരിക്കാം. ഈ ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ തന്നെ മറ്റു പ്രശ്നങ്ങൾ. അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നെഗറ്റീവ് നിറഞ്ഞ സ്ഥലമാണോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നെഗറ്റീവുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. പക്ഷേ ഇവിടെ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പം ഞാൻ പഠിച്ചത് ഇവിടെ നിന്ന് എന്തൊക്കെയാണെന്നാണ്, എൻ്റെ അനുഭവം എന്താണ് കോളേജിലുള്ളത് എന്നതാണ് ഇന്നത്തെ വീഡിയോ. ഇനി ഡിഗ്രി എടുക്കാൻ പോകുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഡിഗ്രി ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസും ഈ എക്സ്പീരിയൻസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ +2 ആണ് അല്ലെങ്കിൽ ഇനി ഡിഗ്രി ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ കൂടി ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവാൻ ചാൻസ് ഉണ്ട്. ഞാൻ നല്ല രീതിക്ക് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഹോസ്റ്റലിലായിരുന്നു. നിങ്ങളിപ്പോൾ കണ്ട ആ വീഡിയോ എടുത്തുകൊണ്ടെങ്കിൽ ഏതോ പക്ഷി എന്തോ വന്നിട്ട് ഫോണിൽ എത്തിയിട്ടു. അപ്പോൾ അതിനുശേഷം ഞാൻ നോക്കുന്നത് വീഡിയോ ഒന്ന് റെക്കോർഡായിട്ട് ബാക്കിയപ്പോൾ നമുക്ക് ഇങ്ങനെ നടന്നുകൊണ്ട് തന്നെ സംസാരിക്കാം. ഓക്കെ, ഈ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ക്രിപ്റ്റോ കാര്യങ്ങളൊന്നുമില്ല, ചുമ്മാ വായിട്ട് പോകുന്ന കാര്യങ്ങൾ വിളിച്ചറിയാനായിട്ട് പോവാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആയിട്ട് ഈ ചാനൽ ഡെറ്റാണ്. ഞാൻ ഈ ചാനലൊന്ന് ഓപ്പൺ ചെയ്യാനായിട്ട് നോക്കുകയാണ്. പിന്നെ അതിനൊപ്പം തന്നെ എൻ്റെ കോളേജ് ലൈഫും പിന്നെ നിങ്ങളുടെ കോളേജ് ലൈഫ് രൂപത്തിനാണോ എന്ന് കമൻറ്റ് ബോക്സിൽ അറിയണമെന്നും കൂടിയാണ്. ഓക്കെ, ഈ ഡിപ്പാർട്ട്മെൻറ്റ് ചെറുതായതുകൊണ്ട് തന്നെ ഈ ടീച്ചേഴ്സായിട്ടുള്ള കണക്ഷൻസ് കുറച്ചും കൂടി കൂട്ടാനായിട്ട് പറ്റുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, അതായത് ഡയറക്ടറോട് പോലും നമുക്ക് നല്ല രീതിക്ക് സംസാരിക്കാനായിട്ട് പറ്റുക എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, നല്ല രീതിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ആർക്കും വേണ്ടിക്കലും പോവാം. അതും നമ്മൾ എന്ത് ചോദിച്ചാലും ഏകദേശം നമ്മൾ ഇത്രയും ചോദിച്ചതൊക്കെ തന്നെ സാറ് സമ്മതിക്കാന്നില്ല. ഓക്കെ, അങ്ങനെയൊക്കെ കിട്ടാൻ നോക്കുമ്പോൾ വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മൾ വലുതായിട്ട് പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇതൊക്കെ ആദ്യം ചെറുതായിട്ട് തോന്നിയതും. പിന്നെന്താ ഈ ഗ്രൂപ്പിസത്തിൻ്റെ കാരണം. ഈ ഗ്രൂപ്പിസം എന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഗ്രൂപ്പിലും പോയിട്ട് പെടാതിരിക്കുക. അതുപോലെ തന്നെ അത്യാവശ്യം എല്ലാവരോടും സംസാരിക്കാനായിട്ട് ശ്രമിക്കാം. പിന്നെ ഇത് ഭയങ്കര ചെറിയ ഒരു ക്യാമ്പസ് ആയതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളില്ലാത്തത് കൊണ്ട് ഈ ഗ്രൂപ്പുകൾ വന്നിട്ട് ചിലപ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടാവും. ചെറിയ രീതിയിൽ പ്രശ്നമായിരിക്കും, എന്തൊക്കെയൊക്കെയോ, അതായത് പറയാൻ പോലും പറ്റാത്ത രീതിയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഊതി വെറുപ്പിച്ച് വലിയ പ്രശ്നങ്ങളാക്കുക ഒക്കെ ഉണ്ടോ. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ പ്രശ്നങ്ങൾ വന്നേക്കാം. അത് പ്രശ്നമില്ലാണ്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ആരോട് സംസാരിക്കാതിരിക്കുക, അതാണ് കുറച്ചും കൂടി ബെറ്റർ ഓപ്ഷൻ. പക്ഷെ വേറെ രീതിയുണ്ട്, നിങ്ങൾക്ക് ഓരോ പ്രാവശ്യം പ്രശ്നം വരുമ്പോഴും നിങ്ങൾക്ക് ഒന്നും പഠിക്കാനായിട്ട് പറ്റും. ഇനി നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇതൊന്നും പറഞ്ഞുകൂടാ, അങ്ങനെ ചെറിയൊരു പ്രശ്നങ്ങളാണ്. പക്ഷേ എന്നാലും കുഞ്ഞു കുറച്ചും എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും എന്നൊരു കാര്യം എനിക്ക് മനസ്സിലായി. എനിക്ക് കോളേജ് ലൈഫിനെ കൊണ്ട് പറയുമ്പോൾ ആദ്യമായിട്ട് ഓർമ്മ വരുന്നത് സിനിമ കാണുന്നതുപോലെയല്ല ശരിക്കുമുള്ള കോളേജ് ലൈഫ് എന്നത് ഭയങ്കരമായിട്ട് മനസ്സിലായി. പിന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കിട്ടുക, അല്ലെങ്കിൽ ഭയങ്കര എൻജോയ് ചെയ്തിട്ട് പോവുക, അങ്ങനെ ആയിരിക്കില്ല എന്നൊരു കാര്യം കൂടി മനസ്സിലായി. പിന്നെ നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി പോലത്തെ കോളേജിലാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങളുടെ അതേ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ അതേ വൈബ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതൊന്നും കിട്ടാൻ ചാൻസേ ഇല്ല എന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ, പിന്നെന്താ, പക്ഷെ നിങ്ങൾക്ക് കുറേയൊക്കെ എന്താണ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഏത് ഈ ഗ്രൂപ്പിസം പ്രശ്നങ്ങൾ നമുക്ക് ഇങ്ങനെ സംസാരിക്കണമെന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ഞാൻ നിങ്ങൾ ഈ വീഡിയോ പറഞ്ഞാൽ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വളരെ ചെറിയൊരു പ്രശ്നമായിരിക്കും. അതായത് എവിടെയെങ്കിലും പോകുന്ന സമയത്ത് അവരെ വിളിച്ചില്ല, ഇവരെ വിളിച്ചില്ല, അല്ലെങ്കിൽ അവർ മാത്രമായിട്ട് ഇങ്ങനെ പോകുന്നു, അല്ലെങ്കിൽ അവരെ ഗ്രൂപ്പ് ഇങ്ങനെ പറഞ്ഞു, അവളെ കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഇവനെ കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഇതുപോലത്തെ പ്രശ്നങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അത് ഭയങ്കരമായിട്ട് എന്തൊക്കെയോ ആവും. പിന്നെ നമ്മളിപ്പോൾ ഇവിടെ തന്നെയാണല്ലോ, ചിലപ്പോൾ മെൻ്റലി
ഡൗൺ ആക്കാനുള്ള ഇത് തന്നെ മതിയോ? പക്ഷേ ഇതുപോലത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മാറ്റാനായിട്ട് പറ്റും എന്നൊക്കെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു ഓപ്ഷനായിരിക്കും ഇത് ഈ ചെറിയ യൂണിവേഴ്സിറ്റി. ഒറ്റക്കാണെങ്കിലും നമുക്ക് ഇവിടെ നിൽക്കാനായിട്ട് പറ്റും എന്നുള്ള കാര്യം മനസ്സിലായി. അതായത് കുറേ ആൾക്കാരില്ലാണ്ടും ഒറ്റയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം കണ്ടോ, ഈ സ്ഥലം വരെ ഞാൻ വെറുതെ ഒറ്റയ്ക്ക് നടന്നു വന്നു. ഇതുപോലെ സാധാരണ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ 1-2 ആൾ, അതായത് കുറേ ആൾക്കാർ ഒപ്പരം നാട്ടിലൊക്കെ പോയി എവിടെയെങ്കിലും പോവുക, സംസാരിക്കുക. പക്ഷേ ഇവിടെ വന്നപ്പോൾ ആരില്ലെങ്കിലും ഇതുപോലെ ഒറ്റയ്ക്ക് പോകാനും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമൊക്കെ ഉണ്ടല്ലോ അതിൽ നോണ്ടിരിക്കാനും ഒക്കെ ഒറ്റയ്ക്കും ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യം മനസ്സിലായിട്ടില്ല. അതായത് ഗ്രൂപ്പീസും കൊണ്ട് പ്രശ്നം ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും, ഒരേ വൈബുള്ള ആൾക്കാരുണ്ടാവില്ല. പക്ഷേ ഇവിടെ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, നമുക്ക് ഒറ്റയ്ക്കും അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള കാര്യം ഇവിടെ ഈ കുറച്ച് പിള്ളേരുള്ള സ്ഥലത്ത് വന്നുകൊണ്ടായിരിക്കും എനിക്ക് മനസ്സിലാക്കേണ്ടത്. ഒറ്റയ്ക്ക് നമുക്ക് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റും, ഒറ്റയ്ക്ക് നമുക്ക് ഒരുപാട് സെറ്റാക്കാനായിട്ട് പറ്റും. പിന്നെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് തോന്നും. അതായത് ഇനി എന്താണ് ചെയ്യുക, മുന്നോട്ട് ഇനി എന്ത്. കുറേ ആൾക്കാരൊപ്പരം ഉണ്ടെങ്കിൽ നമുക്കെന്താ അടിച്ചു പൊളിക്കാം, ഫുഡ് കഴിക്കാൻ പോകാം, ഒരു തോന്നൽ വരിക. പക്ഷെ ഇവിടെ അങ്ങനെ തോന്നൽ വരാൻ ചാൻസ് വളരെ കുറവാണ്. പിന്നെ പറഞ്ഞ ഹോസ്റ്റലും ഡിപ്പാർട്ട്മെൻറ്റും ഡിസ്റ്റൻസ് ഇതെങ്ങനെ പോസിറ്റീവായിട്ട് എടുക്കും എന്ന് ചോദിച്ചപ്പോൾ അല്ല, ഇങ്ങനെ ഇവിടെ 2 കൊല്ലം ഇത് 2ാമത്തെ ഇയറാണ്. ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഐഡിയ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായി ഞാൻ ചെയ്യുന്നൊരു സാധനമാണ് നമ്മളിപ്പോൾ ഇത്ര ഡിസ്റ്റൻസ് ഇട്ട് എക്സാം സമയത്ത് നടന്നു പോകുന്നുണ്ടല്ലോ, ആ സമയത്ത് എന്താ അതായത് ബസ്സിനാണെങ്കിൽ ഓട്ടോനാണ് പോകുമല്ലോ. അപ്പോൾ നമുക്ക് തന്നെ ഒരു തോന്നും റിവൈസ് ചെയ്യാം. ഓട്ടോമാറ്റിക്കായി നമ്മുടെ ബ്രെയിനിൽ ഇങ്ങനെ പഠിച്ച സാധനം റിവൈസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ എക്സാം ഹാളിൽ പോകുന്നുണ്ടാവുക. അപ്പോൾ നല്ല രീതിക്ക് നമുക്ക് എക്സാം എഴുതാനായിട്ട് പറ്റും എന്നുള്ള കാര്യമാണ്. ഇവിടെ വളരെ കുറച്ച് സ്റ്റുഡൻസാണ് ഉള്ളതെങ്കിലും ഈ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഞാൻ പറഞ്ഞല്ലോ സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി ഓരോ സ്റ്റുഡൻസിനും ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഹോസ്റ്റലിൽ തന്നെയാണെങ്കിലും ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. ആർട്സ് പരമായിട്ടും അതുപോലെ തന്നെ റിസർച്ച് പരമായിട്ടും ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊക്കെ തോന്നും. അപ്പം സ്റ്റുഡൻസിൻ്റെ എണ്ണം കൂട്ടിയതുകൊണ്ടൊന്നും കാര്യമില്ല, ഉള്ള ആൾക്കാരെ വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ള കാര്യമൊക്കെ എനിക്ക് പഠിക്കാൻ പറ്റിയത് ഇവിടെ വന്നതുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ വലിയ സെൻറ്റർ നോക്കിയിട്ടും അല്ലെങ്കിൽ ചെറിയ സെൻറ്റർ നോക്കിയിട്ടും ഒന്നും അല്ല പോകേണ്ടത്, നല്ല സ്ഥലം നോക്കിയിട്ട് പോകണം എന്നൊരു കാര്യം കൂടി ആണ് എനിക്ക് ഈ ഒരു സ്ഥലത്ത് വന്ന് മനസ്സിലായിട്ടുള്ളത്. സോ നിങ്ങളുടെ കോളേജ് എങ്ങനെയാണ്? ഭയങ്കര ഫ്രണ്ട്ഷിപ്പും വലിയ കോളേജ്, വലിയ ക്യാമ്പസ് ലൈഫായിട്ട് വിളിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ ഇങ്ങനെയൊക്കെയാണോ? എന്താണ് അവസ്ഥ? അതൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക.